കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോऽസ്മ്യഹം. കൃഷ്ണേ ഭക്തിരജഞ്ജലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധേകോനത്രിംശത്തമോऽധ്യായ. പ്രാചീനബർഹിരുവാച. ഭഗവംസ്തേവജോസ്മാഭിർന സമ്യഗവഗമ്യതേ കവയസ്തദ്വിജാനന്തി ന വയം കർമ്മമോഹിതാഃ. നാരദോവാച. പുരുഷം പുരം ജനം വിദ്യാത് യദ്വ്യനക്ത്യാത്മനഃ പുരം ഏകദ്വിത്രചതുഷ്പാദം ബഹുപാദമപാദകം യോ വിജ്ഞാതാ ഹൃദസ്തസ്യ പുരുഷസ്യ സഖേശ്വര യന്ന വിജ്ഞായ ദേവംഭിർനാമഭിർവാ ക്രിയാഗുണൈഃ യദാ ജിഘൃക്ഷൻ പുരുഷ കാർസ്ന്യേന പ്രകൃതിർഗുണാൻ നവദ്വാരം ദിഹസ്താഘ്രി തത്രാമനുദസാധ്വിതി. ബുദ്ധിം തു പ്രമദാം വിദ്യാൻ മമാഹമിതി യൽകൃതം യാമധിഷ്ഠായ ദേഹേസ്മിൻ പുമാൻ ഭുങ്ക്തേക്ഷഭിർഗുണാൻ സഖായ ഇന്ദ്രിയഗണാ ജ്ഞാനം കർമ്മജയൽകൃതം സഖ്യസ്തദ്വൃത്തയ പ്രാണ പഞ്ചവൃത്തിര്യധോരക ബൃഹദ്ബലം മനോവിദ്യാദുഭയേന്ദ്രിയനായകം പഞ്ചാല പഞ്ചവിഷയായന്മധ്യേ നവഖംപുരം അക്ഷിണീനാസികേ കർണോ മുഖം ശിശ്നഗുദാവിദേ ദ്വേ ദ്വേ ദ്വാരോ ബഹിർയാതി യസ്തദിന്ദ്രിയസംയുത അക്ഷിണീനാസികേ ആസ്യമിതി പഞ്ചപുരഃകൃത ദക്ഷിണാ ദക്ഷിണ കർണ ഉത്തരാ ചോത്തരസ്മൃത പശ്ചിമേ ഇത്യധോദ്വാരൗ ഗുദം ശിശ്നമിഹോച്യതേ ഖദ്യോദാവിർമുഖീ ചാത്രാ നേത്രേ ഏകത്ര നിർമ്മിതേ രൂപം ബിഭ്രാജിതം ദാഭ്യാം വിജഷ്ടേ ചക്ഷുഷേശ്വര നളിനീ നാളിനീ നാസേ ഗന്ധസൗരഭൗച്യതേ ഘ്രാണോവധൂതോ മുഖ്യാസ്യം വിപണോ വാഗ്രസവിദ്രസ ആപണോ വ്യവഹാരോത്ര ചിത്രമന്ധോ ബഹൂദനം പിതൃഹോർദക്ഷിണ കർണ ഉത്തരോ ദേവഹൂ സ്മൃത പ്രവൃത്തം ച നിവൃത്തം ച ശാസ്ത്രം പഞ്ചാലസംജ്ഞിതം പിതൃയാനം ദേവയാനം ശ്രോത്രാശ്രുതധരാത് വ്രജേ ആസുരീമേഢ്രമർവാഗ്ദ്വാർവിവായോ ഗ്രാമിണം രതി ഉപസ്ഥോ ദുർമദ പ്രോക്തോ നിരതിർഗുദ ഉച്യത്തെ വൈശസം നരകം വായുർലുബ്ധഗോന്ധൗതു മേ ശൃണു ഹസ്തപാദോ പുമാംസ്താഭ്യാം യുക്തോ യാതികരോതി ച അന്തഃപുരം ച ഹൃദയം വിഷോജർമ്മന ഉച്യത്തെ തത്ര മോഹം പ്രസാദം വാ ഹർഷം പ്രാപ്നോതി തദ്ഗുണൈ യഥാ യഥാ വിക്രിയതേ ഗുണാക്തോ വികരോതി വാം തഥാ തഥോപദ്രഷ്ടാത്മാ തദ്വൃത്തിരനുകാര്യതേ ദേഹോരഥസ്ത്വിന്ദ്രിയാശ്വ സംവത്സരരയോഗതി ദ്വികർമ്മചക്രസ്ത്രിഗുണധ്വജ പഞ്ചാസുബന്ധുര മനോരശ്മിർബുദ്ധിസൂതോ ഹൃന്നീടോ ദുന്ദുകൂപര പഞ്ചേന്ദ്രിയാർത്ഥപ്രക്ഷേപ സപ്തധാതുവരൂധക ആഗോതിർവിക്രമോ ബാഹ്യോ മൃഗതൃഷ്ണാം പ്രധാവതി ഏകാദശേന്ദ്രിയചമോ പഞ്ചസൂനാ വിനോദകൃത് സംവത്സരശ്ചണ്ഡവേഗ കാലോ യേനോപലക്ഷിത തസ്യാഹാനീഹ ഗന്ധർവ ഗന്ധർവ്യോ രാത്രയ സ്മൃത ഹരന്ത്യായു പരിക്രാന്ത്യാ ഷഷ്ടിയുത്തരശതത്രയം കാലകന്യാജരാ സാക്ഷാല്ലോകസ്താം നാഭിനന്ദതി സ്വസാരം ജഗൃഹേ മൃത്യുക്ഷയായ യവനേശ്വര ആധയോ വ്യാധയസ്തസ്യ സൈനികായവനാശ്ചരാ ഭൂതോപസർഗാശുരയ പ്രജ്വാരോ ദ്വിവിധോ ജ്വര ഏവം ബഹുവിധേർദുഃഖേർ ദേവഭൂതാത്മസംഭവൈ
ക്ലിശ്യമാന ശതം വർഷം ദേഹേ ദേഹീതമോവൃത പ്രാണേന്ദ്രിയമനോധർമാനാത്മന്യധ്യസ്യ നിർഗുണ ശേദേകാമലവാൻ ധ്യായൻ മമാഹമിതി കർമ്മകൃത് യദാത്മാനമവിജ്ഞായ ഭഗവന്തം പരം ഗുരും പുരുഷസ്തു വിഷജ്ജേത ഗുണേഷു പ്രകൃതേ സ്വദൃക് ഗുണാഭിമാനീ സ തദാ കർമാണി കുരുതേ വശ ശുക്ലം കൃഷ്ണം ലോഹിതം വാ യഥാ കർമാഭിജായത്തെ ശുക്ലാത് പ്രകാശഭൂയിഷ്ടാം ലോകാനാപ്നോതി കർഹിചിത് ദുഃഖോദർക്കാൻ ക്രിയായാസാം സ്തമശോകോത്കടാൻ ക്വചിത് പുമാൻ ക്വചിച്ച സ്ത്രീ ക്വചിന്നോ ഭയമന്ദധീ ദേവോ മനുഷ്യസ്ഥിര്യഗ്വാ യഥാ കർമ്മഗുണം ഭവ ക്ഷുത്പരീതോ യഥാദീന സാരമേയോ ഗൃഹം ഗൃഹം ചരൻ വിന്ദതി യദ്ദിഷ്ടം ദണ്ഡമോദനമേവ വാം തഥാ കാമാശയോ ജീവ ഉച്ചാവജപഥാ ഭ്രമൻ ഉപര്യധോ വാ മധ്യേ വാ യാതിദിഷ്ടം പ്രിയാപ്രിയം ദുഃഖേഷ്വേകതരേണാപി ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ ന വിവച്ഛേദ സ്യാച്ചേതത്തത് പ്രതിക്രിയാം യഥാ ഹി പുരുഷോ ഭാരം ശിരസാ ഗുരുമുദ്വഹൻ തം സ്കന്ധേന സാധത്തെ തഥാ സർവാ പ്രതിക്രിയാ നൈകാന്തത പ്രതീകാര കർമ്മണാം കർമ്മ കേവലം ദ്വയം ഹ്യവിദ്യോപസൃതം സ്വപ്നെ സ്വപ്ന ഇവാനഘ അർത്ഥേ ഹ്യവിദ്യമാനേപി സംസൃതിർന നിവർത്തതേ മനസാ ലിംഗരൂപേണ സ്വപ്നെ വിചരതോ യഥാ അഥാത്മനോർത്ഥഭൂതസ്യ യതോനർത്ഥപരമ്പരാ സംസൃതിസ്തദ്വ്യവച്ഛേദോ ഭക്ത്യാ പരമയാ ഗുരൗ വാസുദേവേ ഭഗവതി ഭക്തിയോഗസമാഹിത സദ്ധ്രീചീനേന വൈരാഗ്യം ജ്ഞാനം ച ജനയിഷ്യതി സോചിരാദേവ രാജർഷേ സ്യാദച്യുതകഥാശ്രയ ശൃണ്വത ശ്രദ്ധാനസ്യ നിത്യദാ സ്യാദധീയത യത്ര ഭാഗവതാ രാജൻ സാധവോ വിശദാശയാ ഭഗവദ്ഗുണാനുകഥനശ്രവണവ്യഗ്രചേതസ തസ്മിൻ മഹന്മുഖരിതാ മധുഭിച്ചരിത്രപീയൂഷശേഷസരിത പരിതഃ സ്രവന്തി തായേപി വന്ദ്യവിദൃശോ നൃപ ഗാഢകർണൈസ്താന്ന സ്പൃശന്ത്യശനദൃഢഭയശോകമോഹ ഏതൈരുപദ്രുതോ നിത്യം ജീവലോകസ്വഭാവജൈ ന കരോതി ഹരേർനൂനം കഥാമൃതനിധൗരതിം പ്രജാപതിപതിഃ സാക്ഷാൽ ഭഗവാൻ ഗിരിശോ മനു ദക്ഷാദയ പ്രജാധ്യക്ഷ നൈഷ്ഠികാസനകാദയ മരീചിരത്രംഗിരസൗ പുലസ്ത്യ പുലഃ ക്രതു ഭൃഗുർവസിഷ്ഠ ഇത്യേതേ മദന്ത ബ്രഹ്മവാദിന അദ്യാപി വാചസ്പതയസ്തപോ വിദ്യാസമാധിഭിः പശ്യന്തോപി ന പശ്യന്തി പശ്യന്തം പരമേശ്വരം ശബ്ദബ്രഹ്മണി ദുഷ്പാരേ ചരന്ത ഉരുവിസ്തരേ മന്ത്രലിംഗേർവ്യവച്ഛിന്നം ഭജന്തോ ന വിദുഃ പരം യദായമനുഗൃഹാതി ഭഗവാനാത്മഭാവിത സ ജഹാതിമതിം ലോകേ വേദേ ച പരിനിഷ്ഠിതാം തസ്മാത് കർമ്മസു ബർഹിഷ്മന്നജ്ഞാനാദർത്ഥകാശിഷു മാർത്ഥദൃഷ്ടിം കൃഥാ ശ്രോത്രസ്പർശിഷ്വസ്പൃഷ്ടവസ്തുഷു സ്വം ലോകം ന വിദുസ്തേ വൈ യത്ര ദേവോ ജനാർദ്ദന ആഹുർധൂമ്രധിയോ വേദം സകർമ്മകമദദ്വിദ ആസ്തീര്യദർഭൈഃ പ്രാഗഗ്രൈഃ കാർഷ്ണ്യേന ക്ഷിതിമണ്ഡലം സ്തബ്ധോ ബൃഹദ്വധാന്മാനി കർമ്മനാവൈഷി യത്പരം തത്കർമ്മ ഹരിതോഷം യത് സാ വിദ്യാ തന്മതിർയയാ ഹരിർദേഹഭൃതാമാത്മാ സ്വയം പ്രകൃതിരീശ്വര തത്പാദമൂലം ശരണം യദക്ഷേമോ നൃണാമിഹ സ വൈ പ്രിയതമശ്ചാത്മാ യദോ ന ഭയമണ്വപി ഇതി വേദ സ വൈ വിദ്വാൻ യോ വിദ്വാൻ സ ഗുരുർഹരി. നാരദ ഉവാച പ്രശ്ന ഏവം ഹി സംഛിന്നോ ഭവത പുരുഷർഷഭ അത്ര മേ വദതോ ഗുഹ്യം നിശാമയ സുനിശ്ചിതം ക്ഷുദ്രം ചരം സുമനസാം ശരണേ മിഥിത്വാ രക്തം ഷഡംഘ്രിഗണസാമസുലുബ്ധകർണം അഗ്രേ മൃഗാൻ അസുതൃപോ വിഗണയ്യയാന്തം പൃഷ്ഠേ മൃഗം മൃഗയലുബ്ധഗബാണഭിന്നം
സുമനസ്സമധർമ്മണാം സ്ത്രീണാം ശരണ ആശ്രമേ പുഷ്പമധുഗന്ധവത് ക്ഷുദ്രതമം കാമ്യതമം കാമ്യകർമ്മവിഭാഗജം കാമസുഖലവം ജഹ്യോപസ്ഥാതിവിജിന്വന്തം മിഥുനീഭൂയ തദഭിനിവേശിതമനസം ഷഡംഘ്രിഗണസാമഗീതവദതി മനോഹരവനിതാദി ജനാലാപേഷ്വദിതരാമതിപ്രലോഭിതകർണമഗ്രേ വൃഗയൂഥവദാത്മന ആയുർഹരദോഹോരാത്രാന്താൻ കാലലവവിശേഷാനവിഗണയ്യ ഗൃഹേഷു വിഹരന്തം പൃഷ്ഠത ഏവ പരോക്ഷമനുപ്രവൃത്തോ ലുബ്ധക കൃതാന്തോന്തശരേണ യമിഹ പരാവിധ്യതി തമിമമാത്മാനമഹോരാജൻ ഭിന്നഹൃദയം ദ്രഷ്ടുമർഹസി സത്വം വിചക്ഷ്യ മൃഗചേഷ്ടിതമാത്മനോന്തശ്ചിത്തം നിയച്ഛ ഹൃദി കർണധുനിം ച ചിത്തേ ജഹ്യങ്കനാശ്രമമസത്തമയൂഥഗാധം പ്രീണീഹി ഹംസശരണം വിരമക്രമേണ രാജോവാചാം ശ്രുതമന്വീക്ഷിതം ബ്രഹ്മൻ ഭഗവാൻ യദഭാഷത നൈതജ്ജാനന്ത്യുപാധ്യായ കിം ന ബ്രൂയുർവിദുർയതി സംശയോത്ര തു മേ വിപ്ര സംഛിന്നസ്തത്കൃതോ മഹാൻ ഋഷയോഭിः മുഹ്യന്തി യത്ര നേന്ദ്രിയവൃത്തയ കർമ്മണ്യാരഭതേ യേന പുമാനിഹ വിഹായതം അമുത്രാണ്യേന ദേഹേന ജുഷ്ടാനി സയദശ്നുതേ ഇതി വേദവിദാം വാദ ശ്രൂയതേ തത്ര തത്ര കർമ്മ യത്ക്രിയതേ പ്രോക്തം പരോക്ഷം ന പ്രകാശതേ. ശ്രീനാരദ ഉവാച യേനൈവ ആരഭതേ കർമ്മ തേനൈവാമുത്ര തത്പുമാൻ ഭുങ്ക്തേ ഹ്യവധാനേന ലിംഗേന മനസാ സ്വയം ശയാനമിമമുത്സൃജ്യ ശ്വസന്തം പുരുഷോ യഥാ കർമാത്മന്യാഹിതം ഭുങ്ക്തേ താദൃശേനേതരേണ വാ മമൈതേ മനസാ യദ്യത് അസാവഹമിതി ബ്രുവൻ ഗൃഹ്ണീയാതത്പുമാൻ രാദ്ധം കർമ്മയേന പുനർഭവ യഥാനുമീയതേ ചിത്തമുഭയൈരിന്ദ്രിയേ ഹിതൈ ഏവം പ്രാഗ്ദേഹജം കർമ്മ ലക്ഷ്യതേ ചിത്തവൃത്തിഭിः നാനുഭൂതം ക്വചാനേന ദേഹേനാദൃഷ്ടമശ്രുതം കദാചിതുപലഭ്യേത യദ്രൂപം യാദൃഗാത്മനി തേനസ്യ താദൃശം രാജൻ ലിംഗിനോ ദേഹസംഭവം ശ്രദ്ധത്സ്വാനനുഭൂതോऽർത്ഥോ ന മനഃസ്പ്രഷ്ടുമർഹതി മന ഏവ മനുഷ്യസ്യ പൂർവരൂപാണി ശംസതി ഭവിഷ്യതശ്ച ഭദ്രം തേ തഥൈവ ന ഭവിഷ്യത അദൃഷ്ടമശ്രുതം ചാത്ര ക്വചിന്മനസി ദൃശ്യത്തെ യഥാ തഥാനുമന്തവ്യം ദേശകാലക്രിയാശ്രയം സർവേ ക്രമാനുരോധേന മനസീന്ദ്രിയഗോചരാ ആയാന്തി വർഗശോ യാന്തി സർവേ സമനസോ ജനാ സത്വേകനിഷ്ഠേ മനസി ഭഗവത്പാർശ്വവർത്തിനി തമശ്ചന്ദ്രമസി വേദമുപരജ്യാവഭാസതേ നാഹം മമേതി ഭാവോയം പുരുഷേ വ്യവധീയതേ യാവദ്ബുദ്ധിമനോക്ഷാർത്ഥഗുണവ്യൂഹോ ഹ്യനാദിമാൻ സുപ്തിമൂർച്ഛോപദാപേഷു പ്രാണായന വിഘാതത നേഹദേഹമിതി ജ്ഞാനം മൃത്യുപ്രജ്വാലയോരപി ഗർഭേ ബാല്യേപി അപൗഷ്കല്യാദേകാദശവിധം തഥാ ലിംഗം ന ദൃശ്യത്തെ യോന കുഹ്വാം ചന്ദ്രമസോ യഥാ അർത്ഥേ ഹ്യവിദ്യമാനേപി സംസൃതിർന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേനർത്ഥാഗമോ യഥാ ഏവം പഞ്ചവിധം ലിംഗം ത്രിവൃത് ഷോഡശവിസ്തൃതം ഏഷ ചേതനയാ യുക്തോ ജീവ ഇത്യഭിധീയതേ അനേന പുരുഷോ ദേഹാനുപാദത്തെ വിമുഞ്ചതി ഹർഷം ശോകം ഭയം ദുഃഖം സുഖം ജാനേന വിന്ദതി യഥാ തൃണജലോകേയം നാഭയാത്യഭയാതി ച ന ത്യജേത് മ്രിയമാണോപി പ്രാഗ്ദേഹാഭിമതിം ജന യാവദന്യം ന വിന്ദേത വ്യവധാനേന കർമ്മണാം മന ഏവ മനുഷ്യേന്ദ്ര ഭൂതാനാം ഭവഭാവനം യഥാക്ഷൈശ്ചരിതാൻ ധ്യായൻ കർമ്മണ്യാചിനുദേ സകൃത് സതി കർമ്മണ്യവിദ്യായാം ബന്ധകർമ്മണ്യനാത്മന അധസ്തദപവാദാർത്ഥം ഭജ സർവാത്മനാ ഹരിം പശ്യംസ്തദാത്മകം വിശ്വം
स्थित्युत्पत्त्यप्ययायत. मैत्रेयोवाच भागवतमुख्यो भगवान् नारदो हंसयोर्गतिं प्रदर्श्य ह्यमुमामन्त्र्या सिद्धलोकं ततोऽगमत्. प्राचीनबर्हिराजर्षि प्रजासर्गाभिरक्षणे आदिश्य पुत्रानगमत्तपसे कपिलाश्रमं. तत्रैकाग्रमना वीरो गोविन्दचरणाम्बुजं विमुक्तसङ्गोऽनुभजन् भक्त्या तत्साम्यतामगाद. एतदध्यात्मपारोक्ष्यं गीतं देवर्षिणानघ यश्रावयेद्य शृणुयात् स लिङ्गेन विमुच्यते. एतन्मुकुन्दयशसा भुवनं पुनानं देवर्षिवर्यमुखनिःसृतमात्मशौचं यः कीर्त्यमानमधिगच्छति पारमेष्ठ्यं नास्मिन् भवे भ्रमति मुक्तसमस्तबन्ध. अध्यात्मपारोक्ष्यमिदं मयाधिगतमद्भुतम् एवं स्त्रियाश्रम पुंसच्छिन्नो मुत्र च संशय. श्रीकृष्णाय नमः. इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां चतुर्थस्कन्धे विदुरमैत्रेयसंवादे प्राचीनबर्हिर्नारदसंवादो नाम एकोनत्रिंशत्तमोऽध्यायः. सर्वत्र गोविन्दनामसङ्कीर्तनं. गोविन्द गोविन्द. नमो भगवते वासुदेवाय सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः. पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं पातालेशमनिशं हृदि भावयामि. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 29-ാം അധ്യായം. പുരഞ്ജനോപാഖ്യാനത്തിൻ്റെ ഗൂഢതത്വവ്യാഖ്യാനം. പ്രാചീനബർഹിസ് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, അവിടുത്തെ വാക്കിൻ്റെ ആന്തരികാർത്ഥം കർമ്മമോഹിതനായ എനിക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്രാന്തദർശികൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. നാരദൻ പറഞ്ഞു, പുരഞ്ജരനെ ജീവാത്മാവ് അറിഞ്ഞാലും ആ ജീവൻ കർമാനുസൃതമായി 1, 2, 3, 4 അതിലധികമോ കാലുകളുള്ള പുരങ്ങളെ, അതായത് ശരീരങ്ങളെ സ്വീകരിക്കുന്നു. ആ ജീവാത്മാവിൻ്റെ മിത്രമെന്നറിയപ്പെടുന്നയാൾ ഈശ്വരനാണ്. നാമം, കർമ്മം, ഗുണം മുതലായവ കൊണ്ട് ഈശ്വരനെ അറിയാൻ സാധിക്കില്ല. ജീവാത്മാവ് പ്രകൃതി ഗുണങ്ങളെ സ്വീകരിക്കാൻ ഇച്ഛിച്ചപ്പോൾ നവദ്വാരങ്ങൾ, 2 കൈ, 2 കാൽ മുതലായവ കൂടിയ മനുഷ്യ ശരീരമാണ് ഏറ്റവും ഉത്തമമെന്ന് കരുതി. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ചിന്ത യാതൊരുവളാൽ വരുത്തപ്പെട്ടുവോ ആ സ്ത്രീയെ ബുദ്ധിയായി അറിയുക. ബുദ്ധിയെ ആശ്രയിച്ച് ജീവാത്മാവ് ഇന്ദ്രിയങ്ങളിൽ കൂടി പ്രകൃതി ഗുണങ്ങളെ അനുഭവിക്കുന്നു. പുരഞ്ജനയുടെ കൂട്ടുകാരായിരുന്നവർ ദശേന്ദ്രിയങ്ങളാണ്. ജ്ഞാനവും കർമ്മവും ഇവയിൽ കൂടി സാധ്യമായിത്തീരുന്നു. അവളുടെ സഖിമാർ ഇന്ദ്രിയവൃത്തികളാണ്. 5 ശിരസ്സോടുകൂടിയ സർപ്പം, പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ എന്നീ 5 വിധത്തിലുള്ള പ്രാണവൃത്തികളാണ്. സൈന്യാധിപൻ എന്നാൽ കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും നാഥനായ മനസ്സാണ്. പാഞ്ചാലദേശമെന്നാൽ ശബ്ദാദി വിഷയങ്ങളാണ്. 9 വാതിലുകളോടുകൂടിയ പുരമെന്നത് നവദ്വാരങ്ങളോടുകൂടിയ ശരീരമാണ്. 2 നേത്രദ്വാരങ്ങൾ, 2 നാസികാദ്വാരങ്ങൾ, 2 കർണദ്വാരങ്ങൾ, ഗുഹ്യം, ഗുദം, വായ എന്നീ 9 ദ്വാരങ്ങളിൽ കൂടി ജീവാത്മാവ് അതാത് ഇന്ദ്രിയ ശക്തികളോടൊത്ത് പുറത്തേക്ക് പോകുന്നു. 2 നേത്രദ്വാരങ്ങൾ, 2 നാസികാദ്വാരങ്ങൾ, വായ എന്നിവയാണ് കിഴക്ക് ഭാഗത്തുള്ള പുരദ്വാരങ്ങളായി പറഞ്ഞിരിക്കുന്നത്. ദക്ഷിണോത്തര ദേശങ്ങളിലായി 2 കർണദ്വാരങ്ങളും പശ്ചിമദിക്കിലായി മലദ്വാരവും ഗുഹ്യദ്വാരവും സ്ഥിതി ചെയ്യുന്നു. ഖദ്യോതം, ആവിർമുഖി എന്നീ ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നേത്രേന്ദ്രിയദ്വാര രൂപജ്ഞാനം സമ്പാദിക്കുന്ന എന്നാണ്. നളിനിയെന്നും നാളിനിയെന്നും പറഞ്ഞത് നാസാദ്വാരങ്ങളാണ്. സൗരഭം എന്നാൽ ഗന്ധമാണ്. അവധൂതനെന്ന മിത്രം ഘ്രാണേന്ദ്രിയമാണ്. മുഖ്യ എന്ന് പറഞ്ഞത് മുഖവും, വിപണൻ വാഗീന്ദ്രിയവും, രസജ്ഞൻ എന്നത് രസനേന്ദ്രിയവുമാകുന്നു. ആപാണദേശം ലോകവ്യവഹാരവും, ബഹുധനദേശം നാനാവിധത്തിലുള്ള അന്നവുമാണ്. പിതൃഹു എന്നാൽ വലത്തെ ചെവിയും, ദേവഹു എന്നത് ഇടത്തെ ചെവിയുമാണ്. പാഞ്ചാലം എന്ന് പറഞ്ഞത് പ്രവൃത്തിപരവും നിവൃത്തിപരവുമായ ശാസ്ത്രങ്ങളെയാണ്. ശ്രോത്രേന്ദ്രിയങ്ങളാകുന്ന ശ്രുതധരൻ എന്ന സഖാവ് മുഖാന്തരം അവയെ കേട്ടറിഞ്ഞ് ജീവാത്മാവ് പിതൃയാനത്തിലേക്കോ ദേവയാനത്തിലേക്കോ പോകുന്നു. പ്രവൃത്തിപരങ്ങളായ ശാസ്ത്രങ്ങൾ പിതൃയാനത്തിലേക്കും നിവൃത്തിപരങ്ങളായവ ദേവയാനത്തിലേക്കും നയിക്കുന്നു.
ആസുരി എന്നത് ഗുഹ്യദ്വാരമാണ്. ഗ്രാമകദേശം എന്നാൽ സ്ത്രീ വിഷയവും ദുർമതം എന്നാൽ സ്ത്രീ യോനിയും ആകുന്നു. നിരുതി എന്നത് മലദ്വാരവും വൈശസം എന്നത് നരകവും ലുബ്ധകമെന്നത് പായുവെന്ന ഇന്ദ്രിയവും ആകുന്നു. രണ്ട് അന്ധന്മാരെക്കുറിച്ച് പറഞ്ഞത് കൈകാളുകളാണ്. അവ കൊണ്ട് ജീവാത്മാവ് പ്രവർത്തിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു. അന്തഃപുരമെന്നത് ഹൃദയവും വിഷൂചിനെന്നത് മനസ്സാണെന്നും പറയപ്പെടുന്നു. ത്രിഗുണങ്ങൾ കൊണ്ട് പ്രസന്നത, സന്തോഷം, മോഹം മുതലായവയെ പ്രാപിക്കുന്നു. വ്യാകുൽ സ്വപ്നങ്ങളിൽ കേവലം സാക്ഷി മാത്രമായ ആത്മാവ് ബുദ്ധിക്കധീനമായി പ്രവർത്തിക്കുന്നു. രഥമെന്നത് ശരീരവും കുതിരകൾ ഇന്ദ്രിയങ്ങളും ഗതി കാലഗമനവും ചക്രങ്ങൾ പുണ്യപാപങ്ങളും കൊടികൾ ത്രിഗുണങ്ങളും 5 ബന്ധങ്ങൾ പ്രാണവൃത്തികളും കടിഞ്ഞാൽ മനസ്സും സൂതൻ ബുദ്ധിയും ഇരിപ്പിടം ഹൃദയവും രഥത്തിൻ്റെ നുഖങ്ങൾ സുഖദുഃഖങ്ങളും മാർഗം ശബ്ദാദി വിഷയങ്ങളും സപ്താവരണങ്ങൾ സപ്തധാതുക്കളുമാണ്. മനസ്സിൻ്റെ ചേഷ്ടകളാണ് പുറത്തേക്കുള്ള ഗതിഭേദങ്ങളായി പറഞ്ഞത്. സൈന്യാധിപൻ മനസ്സുൾപ്പെടെയുള്ള 11 ഇന്ദ്രിയങ്ങളുടെ അധിപന്മാരാണ്. പഞ്ചപാപങ്ങളാകുന്നു വിനോദം, മൃഗതൃഷ്ണയാകുന്നു നായാട്ട്. ചണ്ഡവേഗൻ എന്ന ഗന്ധർവേന്ദ്രൻ വത്സരം തന്നെയാണ്. ഗന്ധർവന്മാർ പകലുകളും ഗന്ധർവ സ്ത്രീകൾ രാത്രികളുമാണ്. ആരും തന്നെ ഇഷ്ടപ്പെടാത്തവളായ കാലകനികയെ ലോകനാശത്തിനായി മൃത്യുവായ യവനേശ്വരൻ സ്വീകരിച്ചു. യവനൻ്റെ സൈന്യം ആധിവ്യാധികളാണ്. തജ്വരമെന്നാൽ ജീവികളെ പീഡിപ്പിക്കുന്നതിൽ ശൂരതയുള്ള 2 വിധത്തിലുള്ള ജ്വരങ്ങളാണ്. ജീവാത്മാവ് നിർഗുണനാണെങ്കിലും പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് മുതലായവയുടെ ധർമ്മങ്ങളെ തന്നിൽ ആരോപിച്ച് ഞാനെന്നും എൻ്റേതെന്നുമുള്ള അജ്ഞാനത്താൽ ആവൃതനായി ത്രിവിധത്തിലുള്ള ദുഃഖങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട് തുച്ഛമായ സുഖഭോഗങ്ങളെയും കാംക്ഷിച്ചുകൊണ്ട് 100 വർഷം ശരീരത്തിൽ ശയിക്കുന്നു. ജീവൻ സ്വയം പ്രകാശിക്കുന്നവനാണെങ്കിലും ജഗതീശ്വരനെ വിസ്മരിച്ചുകൊണ്ട് പ്രകൃതി ഗുണങ്ങളിൽ സക്തനായി കഴിയുന്നു. പ്രകൃതി ഗുണങ്ങൾ കൊണ്ട് അവശനായ ജീവൻ സാത്വികമോ രാജസമോ താമസമോ ആയ കർമ്മം ചെയ്ത് അവയ്ക്കനുസരിച്ച് ശരീരങ്ങളെ തന്നെ വീണ്ടും വീണ്ടും സ്വീകരിക്കുന്നു. സാത്വിക കർമ്മങ്ങൾ കൊണ്ട് സ്വർഗലോകവും രാജസകർമ്മങ്ങൾ കൊണ്ട് ക്ലേശപൂർണമായ മനുഷ്യലോകങ്ങളെയും താമസ കർമ്മങ്ങൾ കൊണ്ട് അജ്ഞാനാവൃതമായ പക്ഷി മൃഗാദികളുടെ ജന്മത്തെയും സ്വീകരിക്കേണ്ടി വരുന്നു. ചിലപ്പോൾ അവന് പുരുഷനായോ സ്ത്രീയായോ നപുംസകമായോ ജനിക്കേണ്ടി വരുന്നു. കർമാനുസൃതമായി മനുഷ്യനോ ദേവനോ പക്ഷിമൃഗാദികളോ ആയിട്ടായിരിക്കും പുനർജന്മം. ഒരു ശ്വാവോ വിശപ്പ് കൊണ്ട് അവശനായി ഓരോ ഗ്രഹം തോറും അലഞ്ഞു നടന്ന് കിട്ടുന്നതേതോ അത് ഭക്ഷിക്കുന്നത് പോലെ കാമാസക്തനായ ജീവൻ നാനാ ശരീരങ്ങളെ സ്വീകരിച്ച് സുഖദുഃഖാദികളെ അനുഭവിക്കുന്നു. ആധിദൈവികം, ആധിഭൗതികം, ആധ്യാത്മികം എന്നീ ത്രിവിധ താപങ്ങളിൽ ഒന്നിനോടും ബന്ധമില്ലാതെ കഴിയാൻ ജീവന് സാധ്യമല്ല. പ്രായശ്ചിത്തം കൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാമെന്ന് മാത്രം. ഭാരം സഹിക്കാനാകാതെ ചുമട് തലയിൽ നിന്നിറക്കി തോളിൽ വെച്ചാലും ചുമടിൻ്റെ ഭാരം കുറയുമോ? പ്രായശ്ചിത്തം മുതലായവ കൊണ്ട് ദുഃഖകാരണം നശിക്കുന്നില്ല. സ്വപ്നത്തിലെ സ്വപ്നം എന്നതുപോലെ കർമ്മത്തിൽ മറ്റൊരു കർമ്മം പരിഹാരമല്ല. മനസ്സ് ഹേതുവായി സ്വപ്നദൃഷ്ടാവിൻ്റെ ബന്ധം നശിക്കാത്തതുപോലെ സംസാരം മിഥ്യയാണെങ്കിലും ജീവൻ അതിൽ നിന്ന് മുക്തി ലഭിക്കുന്നില്ല. സത്യസ്വരൂപനായ ആത്മാവിന് പരമ്പരകളായ ജനനമരണാദികൾ ക്ലേശങ്ങളിൽ നിന്നും മുക്തി കൈവരിക്കാൻ ജഗദീശ്വരനായ ഭഗവാനിലുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഫലേച്ഛ കൂടാതെയുള്ള ഭഗവത് ഭക്തി കൊണ്ട് ജ്ഞാനവൈരാഗ്യാദികൾ ഉണ്ടാകുന്നു. ഭഗവത് ചരിതങ്ങൾ കേട്ടും പഠിച്ചും കഴിയുന്നവർക്ക് ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി ഉദിക്കുന്നതാണ്. അല്ലയോ രാജൻ, ഭഗവാന്റെ ഗുണഗണങ്ങളെ സ്തുതിക്കുന്നതിലും ശ്രവിക്കുന്നതിലും വെമ്മൽ കൊള്ളുന്നവരും പരിശുദ്ധമായ അന്ധകരണത്തോടു കൂടിയവരുമായ ഭഗവതോത്തമന്മാരുടെ മുഖത്തു നിന്ന് നിർഗമിക്കുന്ന അമൃതതുല്യമായ ഭഗവത് കഥകൾ കർണകൾ കൊണ്ട് പാനം ചെയ്യുന്നവരെ വിശപ്പ്, ദാഹം, ഭയം, ശോകം, മോഹം മുതലായവയൊന്നും സ്പർശിക്കുകയില്ല. എന്നാൽ കാമമോഹാദി പീഡ ഏറ്റുകഴിയുന്ന ജനങ്ങൾ ഭാഗവത കഥാമൃത സിന്ധുവിൽ ആസക്തരായിത്തീരുന്നുമില്ല. ബ്രഹ്മാവ്, ശിവൻ, മനു, ദക്ഷൻ, നൈഷ്ഠിക ബ്രഹ്മചാരികളായ സനകാദികൾ, മരീചി, അത്രി, അങ്കിരസ, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ എന്നെപ്പോലുള്ളവർ തപസ്, വിദ്യ, സമാധി മുതലായവ കൊണ്ട് തത്വങ്ങളെ പ്രതിപാദിക്കാൻ സമർത്ഥരായവർ മുതലായവർ കൂടി ഭാഗവത മഹാത്മ്യം അറിയാൻ പരിശ്രമിക്കുന്നു. അവരതിനെ കുറച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെ മഹത്വം എത്രയാണെന്ന്
പൂർണ്ണമായി അറിയാൻ ആർക്കും തന്നെ സാധ്യമായിട്ടില്ല. അതിവിസ്തൃതമായ വേദത്തിൽ മുഴുകിയവരും ഇന്ദ്രാദി ദേവന്മാരെ ആരാധിക്കുന്നവരുമായ ജനങ്ങൾ സാക്ഷാൽ ജഗദീശ്വരൻ ആരാണെന്ന് മനസ്സിലാക്കുന്നില്ല. ഭഗവാൻ ആരുടെ ഹൃദയത്തിൽ വസിച്ച് അനുഗ്രഹിക്കുന്നുവോ അവൻ ലൗകികവും വൈദികവുമായ ശ്രദ്ധയെ കൈവെടിയുന്നു. അല്ലയോ പ്രാചീന ബർഹിസെ, അജ്ഞാനം കൊണ്ട് പരമാർത്ഥം പോലെയും ഇമ്പമുള്ളതുപോലെയും തോന്നിക്കുന്നതും സത്യസ്പർശനം ഇല്ലാത്തതുമായ കർമ്മങ്ങളിൽ ശ്രമിക്കരുത്. വേദത്തെ കർമ്മപരമായി വ്യാഖ്യാനിക്കുന്ന ദുർബുദ്ധിക്ക് വേദാർത്ഥം എന്താണെന്ന് അറിയില്ല. ഭഗവാൻ ജനാർദ്ദന്റെ സ്വരൂപം തന്നെയാണ് വേദാർത്ഥമെന്ന് അവർ അറിയുന്നില്ല. അവിടുന്ന് ഭൂമി മുഴുവനും കിഴക്കോട്ട് ദർഭവിരിച്ച് ഹിംസാപരങ്ങളായ അനേക യജ്ഞങ്ങൾ നടത്തി അഹങ്കരിച്ചു. എന്നാൽ ഭഗവത് പ്രീതിക്ക് ഉതകുന്ന കർമ്മം എന്താണെന്ന് അവിടുത്തേക്ക് അറിയില്ല. ഭഗവത് പ്രീതി ലക്ഷ്യമാക്കി ചെയ്യുന്ന കർമ്മം മാത്രമേ കർമ്മമാകൂ. ഭഗവാനിൽ അചഞ്ചല ഭക്തി ഉണ്ടാകുന്ന ഏതോ അതാണ് വിദ്യ. ജഗദീശ്വരനായ ശ്രീഹരിയുടെ പാദകമലങ്ങളെ ശരണം പ്രാപിക്കുന്നവർക്ക് മാത്രമാണ് പ്രാപിക്കുന്നത് മാത്രമാണ് മുക്തിക്കുള്ള ഉപാധി. ഏറ്റവും പ്രിയപ്പെട്ടവനും സ്വാത്മാവും അഭയസ്ഥാനവുമാണ് ഹരി എന്ന ജ്ഞാനമുദിച്ചവൻ മാത്രമാണ് യഥാർത്ഥ ജ്ഞാനി. അവൻ സാക്ഷാൽ ശ്രീഹരി തന്നെയാണ്. നാരദൻ പറഞ്ഞു, ഭഗവാൻ ചോദിച്ചതിനെല്ലാം ഞാൻ മറുപടി നൽകിയിരിക്കുന്നു. അതുമൂലം ഭഗവാന്റെ സംശയങ്ങളെല്ലാം തീർന്നു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഉദ്യാനത്തിൽ പുല്ലുമേഞ്ഞുകൊണ്ടും ഇണയോട് ചേർന്നുകൊണ്ടും വണ്ടുകളുടെ മൂളിപ്പാട്ടിൽ ലയിച്ചുകൊണ്ടും ജീവൻ അപഹരിക്കാനായി മുൻഭാഗത്ത് നിൽക്കുന്ന ചെന്നായ്ക്കളെ തെല്ലും ഗവനിക്കാതെ നടന്നകലുന്നതും വേടന്റെ അമ്പേറ്റ് പിൻഭാഗം പിളർന്നിരിക്കുന്നതുമായ ഒരു മാനിനെ സങ്കല്പിച്ചു നോക്കൂ. ഇതിൻ്റെ ആന്തരികാർത്ഥം ഞാൻ വിസ്തരിച്ച് പറഞ്ഞുതരാം. ഇവിടെ ഉദ്യാനമെന്നത് വിടർന്നു നിൽക്കുന്ന പൂക്കൾക്ക് സമാനമായ സൗന്ദര്യത്തോടു കൂടിയ സ്ത്രീകൾ വസിക്കുന്ന ഇടം, അതായത് ഗൃഹമാണ്. പൂക്കളുടെ സുഗന്ധവും മധുവും ലൗകിക സുഖങ്ങളാണ്. വണ്ടുകളുടെ മൂളിപ്പാട്ട് നാരിമണിമാരുടെ കൊഞ്ചിക്കുഴയിലാണ്. ചെന്നായ്ക്കൾ ആയുസ്സിനെ കവർന്നെടുക്കാൻ വരുന്ന അതിശക്തനായ കാലമാണ്. അപ്രകാരമുള്ള കാലത്തിൻ്റെ ഗതി എന്താണെന്ന് ഇന്ദ്രിയ സുഖങ്ങളെ മുഴുകിയ ഒരുവൻ ചിന്തിക്കുന്നതേയില്ല. വേടന്റെ അസ്ത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുറകിലൂടെ വരുന്ന മൃത്യുവാണ്. മൃത്യു തൻ്റെ പുറകെ വരുന്നുണ്ടെന്ന് അവൻ അറിയുന്നതേയില്ല. അത് പിടികൂടുമ്പോൾ മാത്രമേ മനുഷ്യൻ അറിയുകയുള്ളൂ. മാൻ എന്ന് ഞാൻ വ്യംഗ്യമായി പറഞ്ഞത് ശാരീരിയെ തന്നെ, ശരീരം എടുത്ത ആളെയാണ്. ഈ മൃഗത്തിൻ്റെ അവസ്ഥ തന്നെയാണ് തനിക്കുമെന്നറിഞ്ഞ് ഇന്ദ്രിയ വ്യാപാരങ്ങളെ ചിത്തത്തെ ഹൃദയത്തിലും പ്രതിഷ്ഠിക്കൂ. അതിനുശേഷം സന്യാസം സ്വീകരിച്ച് ഭഗവാനെ ഉപാസിക്കൂ. പ്രാചീന ബർഹിസ് ചോദിച്ചു, അല്ലയോ ഭഗവൻ, അവിടുന്ന് പറഞ്ഞതെല്ലാം ഞാൻ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുകയും അതിൻ്റെ സാരത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഉപാധ്യായന്മാർ ഇത്തരം വിഷയങ്ങളിലൊന്നും അറിവുള്ളവരല്ല. അവർക്കറിയുമെങ്കിൽ എന്നെ ഉപദേശിക്കുമല്ലോ. അങ്ങയുടെ ഉപദേശം കൊണ്ട് എനിക്കുണ്ടായിത്തീർന്ന സർവ്വ സംശയങ്ങളും തീർന്നിരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ സാധ്യമല്ലാത്തതിൽ മുനീന്ദ്രന്മാർ കൂടി ഭ്രമിക്കുന്നു. ഇഹലോകത്ത് കർമ്മങ്ങൾ ചെയ്യുന്ന ലൗകിക ശരീരം വെടിഞ്ഞ് ജീവൻ പരലോകത്തിലെത്തി ലിംഗശരീരം കൊണ്ട് ഈ കർമ്മഫലങ്ങളെ ഭുജിക്കുന്നു. വേദജ്ഞനായവർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, വൈദിക ധർമാനുഷ്ഠാനത്തിൻ്റെ ഫലം അദൃഷ്ടമാകയാൽ പ്രത്യക്ഷമായി കാണുന്നില്ല. ദേവജ്ഞരായവർ ഇതിനെക്കുറിച്ച് നാനാവിധത്തിൽ സംസാരിക്കുന്നു. ഇതിലേതാണ് ശരിയായിട്ടുള്ളത് എന്ന് അവിടുന്ന് പറഞ്ഞു തന്നാലും. നാരദൻ പറഞ്ഞു, രാജൻ, ഭൗതിക ശരീരം കൊണ്ടല്ല ലിംഗശരീരം കൊണ്ടാണ് മനുഷ്യൻ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതിനാൽ ലിംഗശരീരം കൊണ്ട് തന്നെ പരലോകത്ത് വെച്ച കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നു. സ്വപ്നത്തിൽ മനുഷ്യന് അന്യശരീരം കൈക്കൊള്ളുന്നത് പോലെ തോന്നാറുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് കർമ്മങ്ങളെ സംബന്ധിച്ച ലിംഗശരീരത്തിൻ്റെ അവസ്ഥയും. ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഹങ്കാരം കൊണ്ട് ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമായാണ് പുനർജന്മം ഉണ്ടാകുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രവൃത്തി ചിത്തവൃത്തി കൊണ്ട് അറിയുന്നത് പോലെ കർമ്മങ്ങളെയും അനുമാനിക്കാം. ഈ ശരീരം കൊണ്ട് ഒരിക്കലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്തതിനെ സ്വപ്നത്തിൽ അനുഭവിക്കാറില്ലേ? തീരെ അനുഭവിക്കാത്ത കാര്യം മനസ്സിനെ സ്പർശിക്കുകയില്ല. പൂർവജന്മത്തിൽ ലിംഗദേഹം അറിഞ്ഞവയാണ് സ്വപ്നത്തിലെ അനുഭവവേദ്യമായി വരുന്നത്. പൂർവജന്മത്തിൻ്റെ സ്വഭാവം, ഭാവിയിൽ സംഭവിക്കുന്നവ മുതലായവ സർവവും മനസ്സുകൊണ്ട് അറിയാവുന്നതാണ്. ഈ ജന്മത്തിൽ കാണാത്തതിനെയും കേൾക്കാത്തതിനെയും കുറിച്ചുള്ള അറിവ് മനസ്സിലിരിക്കാറുണ്ടല്ലോ. ദേശം, കാലം, കർമ്മം മുതലായവയെ അനുസരിച്ച് മനസ്സ് പൂർവജന്മ കർമാനുഭവങ്ങൾ അയവിറക്കുകയാണ്. സർവ്വജീവജാലങ്ങളും മനസ്സ് എന്ന ഇന്ദ്രിയത്തോടുകൂടി ഉള്ളവയാണല്ലോ. ഇന്ദ്രിയ വിഷയങ്ങൾ കൂട്ടം കൂട്ടമായി മനസ്സിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നു. സാത്വികവും ഭഗവത് ധ്യാനയുക്തവുമായ മനസ്സിൽ ഈ വിശ്വമാകെ തെളിഞ്ഞ് ചന്ദ്രമണ്ഡലത്തിൽ രാഹു എന്ന പോലെ ശോഭിക്കുന്നു.
ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, ത്രിഗുണങ്ങൾ ഇത്യാദികളോടുകൂടിയതും അനാദിയുമായ ലിംഗശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം ഉണ്ടായിരിക്കും. സുഷുപ്തി, മോഹാലസ്യം, വിരഹം, മൃത്യു, കഠിനജ്വരം മുതലായവ ഉള്ള സമയത്ത് ഇന്ദ്രിയങ്ങളുടെ ശക്തിക്ഷയം ഹേതുവായി ഞാനെന്ന ഭാവം പ്രകാശിക്കുകയില്ല. അമാവാസനിൽ ചന്ദ്രനെ കാണാൻ കഴിയാത്തതുപോലെ ഗർഭാവസ്ഥയിലും ബാല്യാവസ്ഥയിലും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും വളർച്ച പൂർണ്ണമാകാത്തതുകൊണ്ട് അഹങ്കാരം തെളിഞ്ഞു കാണുകയുമില്ല. ഭൗതിക ശരീരം നശിച്ചു കഴിഞ്ഞാലും വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ജീവന് സംസാരത്തിൽ നിന്നും മുക്തി സിദ്ധിക്കുന്നില്ല. സ്വപ്നാവസ്ഥയിലെ കാര്യങ്ങൾ ഉണർന്ന് കുറച്ചു കഴിഞ്ഞാലും വിട്ടുപിരിയാതെ നിൽക്കാറില്ലേ? പഞ്ചതന്മാത്രകൾ, ദശേന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവ കൂടിച്ചേർന്നതും ത്രിഗുണാത്മകവുമായ ലിംഗശരീരത്തോടുകൂടി ചൈതന്യം യോജിച്ചാൽ ജീവൻ എന്നറിയപ്പെടുന്നു. ജീവൻ ലിംഗശരീരത്തെക്കൊണ്ട് ഒരു സ്ഥൂലദേഹത്തെ ഉപേക്ഷിക്കുകയും മറ്റൊന്നിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ ലിംഗശരീരമാണ് ഹർഷം, ശോകം, ഭയം, സുഖം, ദുഃഖം മുതലായവ അറിയുന്നത്. ജീവാത്മാക്കളുടെ സർവ്വസംസാര ബന്ധനത്തിൻ്റെയും കാരണം മനസ്സാണ്. പുല്ലട്ട എപ്രകാരമാണ് പുതിയതൊന്ന് ലഭിക്കാതെ ആദ്യത്തേത് കൈവഴിയാതിരിക്കുന്നത്, അതുപോലെ ലിംഗശരീരവും പ്രാരബ്ധകർമ്മങ്ങൾ അനുഭവിച്ചു തീർന്ന് പുതിയൊരു ശരീരം ലഭിക്കുമ്പോൾ മാത്രമേ പഴയ ശരീരം വിടുകയുള്ളൂ. ഏതെങ്കിലും ഒരു ശരീരത്തോട് ബന്ധപ്പെടാതെ ലിംഗശരീരം കഴിയുന്നില്ല. വിഷയചിന്ത കൊണ്ട് മനുഷ്യൻ വീണ്ടും വീണ്ടും പ്രവർത്തിക്കുന്നു. കർമ്മം ചെയ്യുന്തോറും അജ്ഞാനത്താൽ ബന്ധവും വളരുന്നു. അതുകൊണ്ട് അവിടുന്ന് സർവകർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതിനായി വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരകാരകനായ ഭഗവാൻ ഹരിയെ ഭജിക്കുക. മൈത്രേയൻ പറഞ്ഞു, ഭാഗവതോത്തമനായ നാരദൻ പ്രാചീന ബർഹിസിനെ ഇപ്രകാരം ഉപദേശിച്ച ശേഷം സിദ്ധലോകത്തിലേക്ക് യാത്രയായി. രാജർഷിയായ പ്രാചീന ബർഹിസ് രാജ്യഭരണം പുത്രന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് തപസ്സിനായി കപിലാശ്രമത്തിലേക്ക് പോയി. വീരനായ അദ്ദേഹം സർവ്വസംഘങ്ങളും വെടിഞ്ഞ് ഏകാന്തഭക്തിയോടുകൂടി ഭഗവാൻ നാരായണന്റെ പാദകമലങ്ങളെ ധ്യാനിച്ച് സാരൂപ്യമുക്തി കൈവരിച്ചു. ദേവർഷിയായ നാരദൻ പ്രകീർത്തിച്ചതും ആധ്യാത്മിക രഹസ്യങ്ങൾ അടങ്ങിയതുമായ ഈ പുണ്യചരിതം യാതൊരുവനാണോ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നത് അവൻ ലിംഗശരീരത്തിൽ നിന്നും മുക്തി നേടുന്നു. ദേവർഷിമുഖ്യനായ നാരദമുനിയുടെ മുഖത്തു നിന്നും നിർഗളിച്ചതും മുകുന്ദ യശസ്സുകൊണ്ട് ലോകങ്ങളെയും പവിത്രീകരിക്കുന്നതും പരമപദത്തെ പ്രദാനം ചെയ്യുന്നതുമായ ഈ പുണ്യചരിതത്തെ കീർത്തിക്കുന്നവൻ സംസാര ചക്രത്തിൽ നിന്ന് മുക്തനായിത്തീരുന്നു. പരോക്ഷമായി ആധ്യാത്മിക തത്വങ്ങളെ വിവരിക്കുന്നതും അത്ഭുതങ്ങൾ നിറഞ്ഞതുമായ ഈ ചരിതം ഞാൻ എൻ്റെ ഗുരുമുഖത്തു നിന്നും അധ്യയനം ചെയ്തതാണ്. ഇത് പഠിക്കുന്നതുകൊണ്ട് സ്ത്രീകളോടുള്ള ആസക്തിയും പരലോകത്തെക്കുറിച്ചുള്ള സംശയങ്ങളും ഇല്ലാതാകും. ഇതോടുകൂടി 29ാമത്തെ അധ്യായം അവസാനിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.